ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ സൗജന്യമായി എത്തിക്കാൻ MLA കെയർ. മേപ്പാടിയിൽ സജ്ജീകരിച്ച കടയിൽ നിന്ന് ദുരന്തബാധിതർക്ക് ആവശ്യാനുസരണം വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്ന വിധത്തിലാണ് ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ റീസ്റ്റോർ എന്ന പേരിൽ തുണിക്കട തുടങ്ങിയത്. ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് മേപ്പാടിയിൽ റീസ്റ്റോർ എന്ന പേരിൽ ഒരു വസ്ത്രം നൽകുന്ന ഒരു ഇടം തുടങ്ങുകയാണ്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു സംവിധാനത്തിന് പിറകിലുള്ളത്. MLA, ഇത് ദുരന്തബാധിതരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായി. എങ്ങനെയായിരിക്കും അവർക്ക് ഈ വസ്ത്രങ്ങൾ നമ്മൾ നൽകുക? ഒന്ന്, വീട്ടിൽ ഉള്ളതായ ആളുകൾ, ദുരന്തബാധിതരായി റിലീഫ് ക്യാമ്പുകളിൽ ഉള്ള ആളുകൾ, അതുപോലെ ബന്ധുവീടുകളിൽ താമസിക്കുന്ന ആളുകൾ, ഇപ്പോൾ ചില ആളുകൾ വാടക വീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ, അവരെയൊക്കെ ഇതുമായി കണക്ട് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ ആലോചിച്ച് അതിൻ്റെ ക്രമീകരണം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ഇവിടെ വന്നു. 2-3 ദിവസമാകുമ്പോൾ മുഴുവൻ ആളുകളെയും ഈ ഷോപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. എല്ലാ ആളുകൾക്കും എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഓരോ സമയം ഫിക്സ് ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നത്. തികച്ചും സൗജന്യമായിരിക്കും. തീർത്തും സൗജന്യമാണ് എന്നുള്ളത് മാത്രമല്ല, ഇവിടെ അവർ വസ്ത്രങ്ങൾ തിരയുമ്പോൾ അവർക്ക് യോജിച്ചതായിരിക്കുന്ന ഒരു വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വസ്ത്രം ഏതാണെന്ന് രേഖപ്പെടുത്താനുള്ള ഒരു ലെഡ്ജർ കൂടെ ഞങ്ങളിവിടെ രജിസ്റ്റർ കൂടെ സൂക്ഷിക്കുന്നുണ്ട്. അതവർ രജിസ്റ്റർ ചെയ്യുന്നത് ഞങ്ങൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആ ആളുകൾക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായി നടത്തുക. കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നവും ഈ റീസ്റ്റോർ എന്ന് പറയുന്ന ഈ അതിജീവനത്തിൻ്റെ കടയിൽ വന്ന് അവർക്ക് കിട്ടാതിരിക്കുന്ന ഒരു വസ്ത്രം പോലും ഉണ്ടാവരുത് എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഞാൻ വന്നിട്ട് ഒരു 2 വസ്ത്രം എടുക്കുന്നു, ദുരന്തബാധിതനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വരാൻ പറ്റൂ എന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. വന്നിട്ട് ഒരു 2 വസ്ത്രം എടുക്കുന്നു, എന്തെങ്കിലും അവർക്ക് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്? ഇല്ല, ദുരന്തബാധിതരായ ആളുകൾക്ക് പരിധികൾ നിശ്ചയിച്ചിട്ടില്ല. സ്വാഭാവികമായും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അവർ പരിധിയിൽ കൂടുതൽ സാധനങ്ങൾ അവരെടുക്കില്ല. അവരുടെ മനസ്സതാണ്. അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കും. ആ ആവശ്യമുള്ളത് എടുക്കാനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കിഡ്സിൻ്റെ സെക്ഷനുണ്ട്, ലേഡീസിൻ്റെ സെക്ഷനുണ്ട്, ജെൻസിൻ്റെ സെക്ഷനുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഉൾപ്പെടെ ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന, ഇന്നലെ ഞങ്ങൾക്ക് സ്റ്റോക്ക് കുറവ് എന്ന് ഫീൽ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എമർജൻസി ഞങ്ങൾ ഓർഡർ കൊടുത്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക് എത്തി. ഇപ്പോൾ ഒരു സ്റ്റോക്ക് വീണ്ടും കോഴിക്കോട് സ്പേസ് മാളിൽ നിന്നുള്ള സ്റ്റോക്ക് വീണ്ടും എത്തുകയാണ്. അങ്ങനെ ഓരോ ഇടത്തു നിന്ന് ഞങ്ങൾ അതിൻ്റെ സ്റ്റോക്കുകൾ മുഴുവൻ ക്രമീകരിച്ച് ഇവിടേക്ക് ആവശ്യമുള്ള ഡെഫിഷ്യൻസി ഒക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ ഷോപ്പ് ഇവിടെ ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ ഈ കട റീസ്റ്റോർ MLA കെയറിൻ്റെ നേതൃത്വത്തിൽ തുടരും. അതായത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പേര് അങ്ങേക്കൊപ്പം ഉണ്ടെന്നും കൂടി മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഇത് ഒരു കുടുംബമാണ്, എല്ലാത്തിനും മതി. ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും പരസ്പരം ആലോചിച്ചു എങ്ങനെ വേണം. അപ്പോൾ വേണമെങ്കിൽ വലിയ ആളുകളെ കൊണ്ടുവരാം, പക്ഷേ അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യരായിരിക്കുന്ന 3 ആളുകൾ. ഒന്ന് NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുധാരേട്ടൻ, അതിന് അദ്ദേഹം അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ്. രണ്ടാമത്തത് ഷംസുദ്ദീൻ റഹ്മാനി, അദ്ദേഹം ഇന്നും മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ വികാരിയായിട്ടുള്ള പ്രിയപ്പെട്ട ഫാദർ ജിബിൻ കൊട്ടക്കുളത്തിൽ. ഇവർ 3 ആളുകളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇത് ഈ ജനതയുടെ ഒരു കൂട്ടായ്മയുടെയും അതിജീവനത്തിൻ്റെയും സ്പിരിറ്റാണ് ഈ കടയിൽ. എങ്ങനെ അതിജീവനം സാധ്യമാക്കാമെന്നുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ അതിജീവനം സാധ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ ദുരന്തബാധിതർക്ക് ഒരു വസ്ത്രശേഖരവും കൂടി മേപ്പാടിയിൽ ഒരുങ്ങുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.